ഹണി റോസ് അത്ര വലിയ നടിയൊന്നുമല്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ. എന്നാൽ ഇതിനെ കോടതി എതിർത്തു. എന്തിനാണ് ജാമ്യാപേക്ഷയിൽ ഇങ്ങനെയൊക്കെ എഴുതിയത് എന്ന് ഹൈക്കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ചോദിച്ചു. ബോബി ചെയ്തത് കുറ്റകൃത്യം തന്നെയെന്ന് പ്രാഥമിക നിഗമനം അടിയുറപ്പിച്ച് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. മാത്രവുമല്ല, ദ്വയാർത്ഥ പ്രയോഗമാണ് നടത്തിയത് എന്നതും വ്യക്തമാണല്ലോ എന്നും ഹൈക്കോടതി സൂചിപ്പിച്ചു. ഇതോടെ ജാമ്യം കിട്ടിയെങ്കിലും ബോബി ചെമ്മണ്ണൂരിന് നല്ല രണ്ടെണ്ണം കൊടുത്തും കേസിൽ ഹണി റോസിനെ പിന്തുണച്ചുമാണ് ഹൈക്കോടതിയുടെ നിലപാട്. കൊച്ചിയിൽ നിന്നും മെറീന ഡെയ്സി ചേരുന്നു. ജാമ്യാപേക്ഷ പരിഗണിച്ച ഉടൻ ബോബി ചെമ്മണ്ണൂരിന്റെ വക്കീൽ വാദിച്ചത് ജാമ്യം അനുവദിക്കണമെന്ന് തന്നെയാണ്. അതിനുവേണ്ടി അവർ പറഞ്ഞ ന്യായങ്ങൾ, ഇതിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറെയൊക്കെ വസ്തുതാ വിരുദ്ധമാണ്. ഈ ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന രീതിയിൽ കെട്ടിച്ചമച്ചുകൊണ്ടാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6 ദിവസം ഇപ്പൊ തന്നെ ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള കേസുകളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നതെന്നും ഇതിനൊരു റിമാൻഡിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നൊക്കെയാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നാൽ അക്കാര്യങ്ങൾക്ക് താൻ എതിരാണെന്നും ആ കാര്യങ്ങളൊക്കെ വിചാരണയിൽ പറഞ്ഞാൽ മതി എന്നുമാണ് കോടതി പ്രതിഭാഗം വക്കീലിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂര് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപ സംസാരങ്ങളും അതുപോലെ പ്രവർത്തികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് അത് വളരെ മോശമായിട്ട് ബാധിക്കും എന്ന നിലയിലാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇതെല്ലാം സമർത്ഥിക്കാനായിട്ടുള്ള തെളിവുകളായിട്ട് ബോബിയുടെ ചില വീഡിയോകൾ, അതായത് അദ്ദേഹം മുമ്പ് സംസാരിച്ച ഇന്റർവ്യൂസും അതുപോലെ ചില ഉദ്ഘാടന വീഡിയോകളും എല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതെല്ലാം കണ്ട കോടതി തന്നെ പറഞ്ഞത് ഇത് ദ്വയാർത്ഥമാണെന്നുള്ളത് ആർക്കും മനസ്സിലാകുമല്ലോ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്നാണ്. അതുപോലെ തന്നെ ജാമ്യാപേക്ഷയിൽ ഹണി റോസ് അത്ര പ്രധാനപ്പെട്ട നടിയൊന്നും അല്ല എന്ന രീതിയിൽ ഒരു പരാമർശം അവർ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ കോടതി തന്നെ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് അങ്ങനെയൊക്കെ ജാമ്യാപേക്ഷയിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അതുപോലെ പൊതുവേദിയിൽ വെച്ച് ബോബി കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണി റോസ് ആ സമയത്ത് എതിർപ്പൊന്നും പറഞ്ഞില്ല, പിന്നീടാണ് പരാതിപ്പെട്ടത് എന്ന വാദത്തിനോട് കോടതി പ്രതികരിച്ചത് അത് അവരുടെ മാന്യത കൊണ്ടാണ്. പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ പ്രതികരിക്കാതിരുന്നത്. അതൊരു ഗ്രാൻറ്റഡ് ആയിട്ടൊന്നും എടുക്കരുത് എന്ന രീതിയിലാണ് കോടതി പ്രതികരിച്ചത്. പോലീസ് ഇതുവരെ കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ലെന്നും അതിനുള്ളൊരു അപേക്ഷ പോലും സമർപ്പിച്ചിട്ടില്ലെന്നും പിന്നെ എന്തിനാണ് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത് എന്നുമായിരുന്നു കോടതിയുടെ ഭാഷ്യം. സമൂഹത്തിനൊരു മോശം സന്ദേശം നൽകരുത്, ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ നിയമപരമായിട്ട് നല്ല രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കും എന്നൊരു സന്ദേശം പകരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡിൽ തന്നെ തുടരുന്ന രീതിയിൽ വെക്കണം എന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ നടപടിയെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു സന്ദേശം സമൂഹത്തിന് കിട്ടിയില്ലേ. ഇനിയും എന്തിന് അദ്ദേഹത്തെ നമ്മൾ റിമാൻഡിൽ തുടരുന്ന രീതിയിൽ വെക്കണം, അതുകൊണ്ട് ജാമ്യം നൽകിയേക്കാം എന്ന രീതിയിലേക്കാണ് കോടതി കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോബി ഇത്തരം പദപ്രയോഗങ്ങൾ ഇനിയും പബ്ലിക്കായിട്ട് വന്ന് പറയില്ല എന്നതിന് എന്താണ് ഒരു ഗ്യാരണ്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഗ്യാരണ്ടി താനാണെന്നാണ് ബോബിയുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. തുടർന്നാണ് കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.